എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ മരണം നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷേ ജീവിതത്തിരക്കിനിടയിൽ അത് നാം മറന്നു. എന്നാൽ അതെപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ നമ്മിൽ നിന്നും ഇല്ലാതാവുന്നതാണ്. നാം ജീവിക്കുമ്പോൾ ജീവിതത്തെയാണ് നന്നാക്കേണ്ടത്. ജീവിതം നന്നായാൽ മരണവും നന്നാവും. മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. മരണാനന്തരം നന്നായാൽ മാത്രമേ വീണ്ടും ഉള്ള ജീവിതം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരണമെങ്കിൽ നാം ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കണം. അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പൂ, അപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ നിത്യസാന്നിധ്യത്തെ ഓർക്കൂ. മൃത്യു തൻ്റെ സാന്നിധ്യത്തെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തലയൊക്കെ ഒന്ന് നരയ്ക്കുമ്പോൾ ഞാൻ കുമ്പളങ്ങ നരയ്ക്കാൻ തുടങ്ങിയാൽ മൂത്തു എന്ന് ബോധ്യം വന്ന് നാം ആ കായ പറിക്കുന്നു. അപ്രകാരം മൃത്യു തൻ്റെ സാന്നിധ്യത്തെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാട്ടിത്തരുകയാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുക എന്നത്. അതാണ് പിറന്നാൾ ആഘോഷം. ഒരു വർഷം കഴിയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഷഷ്ടിപൂർത്തിയെ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷം ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും നാം മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുസ് കുറയുകയും വയസ്സ് കൂടുകയും ചെയ്യുന്നു. ആയുസ് കുറയുമ്പോഴാണ് വയസ്സ് കൂടുന്നത്. വയസ്സ് കൂടുന്നത് മരണത്തെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ, തൊട്ടില്ല, പിടിച്ചില്ല എന്ന നിലയിൽ നമ്മുടെ പിന്നാലെ ഒരിക്കലും വിട്ടുപിരിയാതെ മൃത്യു കൂടെയുണ്ട്. തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പൂ, തൊട്ട് പിന്നിലുണ്ട്. എപ്പോഴാ പിടിക്കുക എന്ന് അറിയില്ല. അപ്രകാരത്തിൽ ഉള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായാൽ ഒരിക്കലും തെറ്റിലേക്ക് നാം വഴുതി വീഴുകയില്ല. മഹാപാപകർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാവുകയില്ല. തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പൂ, അപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ, ആരുടെ? മൃത്യുവിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ നമുക്ക് കാട്ടിത്തരുന്നു. ചില വാഹന അപകടങ്ങൾ തലനാരിഴയുടെ വ്യത്യാസത്തിന് രക്ഷപ്പെടുന്ന എത്രയോ ചരിത്രങ്ങൾ. ഒരു സ്ത്രീ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു നിർത്തിയിട്ട വാഹനത്തിൻ്റെ പിന്നിലൂടെ അങ്ങ് റോഡിനപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്നൊരു കാറ് വരലും ഈ സ്ത്രീയുടെ മേൽമുണ്ട് കാറ് വലിച്ചു കൊണ്ടുപോവലും സ്ത്രീ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പൂ, അപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ, തൻ്റെ നിത്യസാന്നിധ്യത്തെ ഓർക്കൂ. ആ മരണം എപ്പോഴാണ് വരുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ സാന്നിധ്യം
എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മെ തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് സർവേശ്വരനിൽ അഭയം പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിർഭയത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സുഭാഷിതരത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്യുകയും സൽകൃത്യങ്ങളിലേക്ക് നാം വ്യാപൃതരാവുകയും ചെയ്യണം. തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു തൊട്ടു പിന്നാലെ ചരിപ്പൂ, അപ്പപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ നിത്യസാന്നിധ്യത്തെയോർക്കൂ.